ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേഷ്. എല്ലാവർക്കും രാജേഷ് മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോണത് ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ, ഒരു തിയറാണ്. അതിൻ്റെ പേര് കോഷി കൺവെർജൻസ് ക്രൈറ്റീരിയ. കോഷി കൺവെർജൻസ് ക്രൈറ്റീരിയൻ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. കോഷി കൺവെർജൻസ് ക്രൈറ്റീരിയൻ. ഇവിടെ അതിൻ്റെ നമ്മൾ കോഷി സീക്വൻസ് എന്താണെന്ന് മനസ്സിലാക്കി, കൂടാതെ കോഷി സീക്വൻസ് ബൗണ്ടഡ് ആണെന്ന് മനസ്സിലാക്കി, കൺവെർജൻ്റ് സീക്വൻസ് എല്ലാം കോഷി സീക്വൻസ് ആണ് മനസ്സിലാക്കി. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കോഷിയിൽ പഠിച്ചു, എക്സാമ്പിളുകളൊക്കെ കണ്ടു അല്ലേ. ഇന്നത്തെ തിയറം എന്നുള്ളത് കോഷി കൺവെർജൻസ് ക്രൈറ്റീരിയൻ. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് പറയണത് എ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് കൺവെർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് എ കോഷി സീക്വൻസ്. A sequence of real numbers is convergent if and only if it is a Cauchy sequence. അല്ലേ? അതായത് റിയൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് കൺവെർജൻ്റ് ആണെങ്കിൽ അത് കോഷി സീക്വൻസ് ആയിരിക്കും. കൺവെർജൻ്റ് സീക്വൻസ് എല്ലാം, റിയൽ നമ്പേഴ്സിൻ്റെ കൺവെർജൻ്റ് സീക്വൻസ് എല്ലാം കോഷി സീക്വൻസ് ആണെന്നും തിരിച്ചും പ്രൂവ് ചെയ്യണം. കോഷി സീക്വൻസ് എല്ലാം കൺവെർജൻ്റ് ആണെന്നും. അല്ലേ? റിയൽ നമ്പേഴ്സുള്ള സീക്വൻസ്, അതായത് റിയൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് കൺവെർജൻ്റ് ആണെങ്കിൽ കോഷി ആണെന്നും, കോഷി സീക്വൻസ് ആണെങ്കിൽ അത് കൺവെർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. മനസ്സിലായോ? സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലായോ? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് അതാണ്. റിയൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് കൺവെർജൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് പ്രൂവ് ചെയ്യണം? അത് കോഷി സീക്വൻസ് ആണ് പ്രൂവ് ചെയ്യണം. തിരിച്ച് കോഷി സീക്വൻസ് ആണെങ്കിൽ അത് കൺവെർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് പ്രൂഫിലേക്ക് നോക്കാം. പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം രണ്ട് സൈഡിലേക്ക് നമുക്ക് പ്രൂവ് ചെയ്യണം അല്ലേ. ഇവിടെ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ്, ഞാൻ സിമ്പിളായിട്ട് സീക്വൻസ് എന്ന് പറയാണ്. നമ്മൾ റിയൽ നമ്പേഴ്സിന് സീക്വൻസ് തന്നെയാണ് പഠിക്കുന്നത്, അതുകൊണ്ട് സീക്വൻസ് എന്ന് പറഞ്ഞാൽ മതി. സീക്വൻസ് കൺവെർജൻ്റ് ആണെങ്കിൽ കോഷി ആണെന്നും, കോഷി മീൻസ് കോഷി സീക്വൻസ് ആണെന്നും, കോഷി സീക്വൻസ് ആണെങ്കിൽ കൺവെർജൻ്റ് ആണെന്നും പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ മുൻപത്തെ ക്ലാസ്സുകളിൽ കണ്ടു, കൺവെർജൻ്റ് ആണെങ്കിൽ അത് കോഷി സീക്വൻസ് ആണ് അല്ലേ. എവറി കൺവെർജൻ്റ് സീക്വൻസ് ഈസ് കോഷി സീക്വൻസ്. അത് നമ്മൾ കണ്ടതാണ്, അതായത് പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ വൺ സൈഡ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട, നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ. കൺവെർജൻ്റ് ആണോ അത് കോഷിയാണ്. അപ്പോൾ നമുക്ക് ഒരു സൈഡ് മാത്രമേ പ്രൂവ് ചെയ്യാനുള്ളൂ. കോഷി ആണെങ്കിൽ കൺവെർജൻ്റ് ആണെന്ന് മാത്രമേ പ്രൂവ് ചെയ്യാനുള്ളൂ. മനസ്സിലായോ? പ്രൂഫിൻ്റെ സ്ട്രക്ചർ രണ്ട് സൈഡിലേക്കും നമുക്ക് യഥാർത്ഥത്തിൽ പ്രൂവ് ചെയ്യണം. കൺവെർജൻ്റ് ആണെങ്കിൽ കോഷിയാണെന്നും, കോഷിയാണെങ്കിൽ കൺവെർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. പക്ഷേ കൺവെർജൻ്റ് ആണെങ്കിൽ കോഷിയാണെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും വായിച്ച് മനസ്സിലാക്കണം. എക്സാമിനേഷനൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അതും എഴുതണം. കൺവെർജൻ്റ് ആണെങ്കിൽ കോഷി എന്നുള്ളതിൻ്റെ പ്രൂഫ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. തിരിച്ച് നമുക്ക് കോഷി ആണെങ്കിൽ കൺവെർജൻ്റ് ആണ്, അതായത് റിയൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് കോഷി സീക്വൻസ് ആണെങ്കിൽ അത് തീർച്ചയായിട്ടും കൺവെർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് പ്രൂഫിലേക്ക് നോക്കാം. കോഷി സീക്വൻസ് ആണെങ്കിൽ കൺവെർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, നമുക്കൊരു കോഷി സീക്വൻസ് എടുക്കാം. ലെറ്റ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ സീക്വൻസ് എക്സ് ആൻഡ് ബി എ കോഷി സീക്വൻസ്. ഞാനിവിടെ ഷോർട്ടായിട്ട് എഴുതുന്നത്, ഷോർട്ടായിട്ട് എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കണം. ഷോർട്ടായിട്ട് എഴുതാം, അതായത് നേരിട്ട് എഴുതാം. എക്സ് ഈക്വൽസ് സീക്വൻസ് എക്സ് എൻ, ഇതാണ് നമ്മുടെ കോഷി സീക്വൻസ്. ഇറ്റ്സ് എ കോഷി സീക്വൻസ്. ഇവിടെ സൈഡിൽ എഴുതാം. എക്സ് ഈക്വൽ സീക്വൻസ് എക്സ് എൻ ഇസ് എ കോഷി സീക്വൻസ്. ഇത് കോഷി സീക്വൻസ് ആട്ടോ, നമ്മളെ കോഷി സീക്വൻസ് ആണ്. ഇവിടെ ഷോർട്ടായിട്ട് എഴുതാം കോഷി സീക്വൻസ്. നമ്മളെ കോഷി സീക്വൻസ് ആണ് എക്സ് ഈക്വൽസ് സീക്വൻസ് എക്സ് എൻ. ഇനി നമുക്ക് ഈ സീക്വൻസ് കൺവെർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. കോഷി സീക്വൻസ് ആണ്, ഇത് കൺവെർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ കോഷി സീക്വൻസ് ആയതുകൊണ്ട് നമുക്കതിൻ്റെ ഡെഫിനിഷൻ എഴുതാം. ഡെഫിനിഷൻ എന്താ? ഡെഫിനിഷൻ ഇതാണ്. നമ്മൾ ഏതൊരു എപ്സിലോൺ ചൂസ് ചെയ്താലും ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists h of epsilon. നമ്മൾ പഠിച്ച ഡെഫിനിഷനാണ് കേട്ടോ, പഠിച്ച ഡെഫിനിഷനാണ്. there exists h of epsilon belongs to n set of all natural numbers such that modulus xn minus xm less than epsilon for all n greater than or equals h of epsilon. Sorry, for all n comma m, for all n comma m greater than or equals h of epsilon. ഇതാണ് കോഷി സീക്വൻസിൻ്റെ ഡെഫിനിഷൻ. നമ്മൾ ഏതൊരു സീക്വൻസ് എടുത്താലും, ഏതൊരു എപ്സിലോൺ ചൂസ് ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്റ്റേജ്, ഒരു നാച്ചുറൽ നമ്പർ
കാണണം. നമ്മളതിനെ എച്ച് ഓഫ് എപ്സിലോൺ എന്ന് ഡിനോട്ട് ചെയ്യാണ്. എങ്ങനെയെന്നാൽ ആ സ്റ്റേജ് മുതലുള്ള ഏത് രണ്ട് നാച്ചുറൽ നമ്പറുകൾ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയി വരുന്ന സീക്വൻസിലെ ടേമുകളുടെ ഡിഫറൻസ് എപ്സിലോണിന് താഴെയായിരിക്കും. നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് കണ്ടതാണ്. ഞാൻ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഡെഫിനിഷൻ ഒന്ന് എല്ലാവരും വായിച്ച് മനസ്സിലാക്കണം, കേട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു പോവാണ്. എക്സ് എൻ എന്നത് കോഷി സീക്വൻസ് ആണ്. നമ്മൾ ഒരു കോഷി സീക്വൻസ് എടുത്തു, അത് കൺവെർജൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ എടുത്തത് കോഷി സീക്വൻസ് ആണെങ്കിൽ കോഷി സീക്വൻസിന്റെ ഡെഫിനിഷൻ എഴുതാം. ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ 0, ഏതൊരു എപ്സിലോൺ ചൂസ് ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്റ്റേജ് കാണാം. സെറ്റ് ഓഫ് ആൾ നാച്ചുറൽ നമ്പേഴ്സിൽ എന്നിൽ ഒരു സ്റ്റേജ് കാണാം എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ നമ്പർ കാണാം. എന്താ നാച്ചുറൽ നമ്പർ പ്രത്യേകത? അത് മുതലുള്ള ഏത് രണ്ട് നാച്ചുറൽ നമ്പറുകൾ ചൂസ് ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ആയി വരുന്ന ടേമുകളുടെ ഡിസ്റ്റൻസ് ഡിഫറൻസിന്റെ മോഡുലസ് എപ്സിലോണിന് താഴെയായിരിക്കും. ക്ലിയർ ആണല്ലോ? നമ്മളിവിടെ നമ്മൾ പ്രൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എപ്സിലോൺ ബൈ 2 എടുക്കുകയാണ്. നമുക്കത് ലാസ്റ്റ് ക്യാൻസൽ ചെയ്തിട്ടൊക്കെ എപ്സിലോൺ എന്നൊക്കെ എഴുതാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എപ്സിലോൺ ആർബിട്രറി ആണ്. ഞാനിവിടെ എപ്സിലോൺ സ്ഥാനത്ത് എപ്സിലോൺ ബൈ 2 എടുക്കുകയാണ്. എപ്സിലോൺ ബൈ 2 എടുക്കുകയാണ്. അപ്പോൾ അതിന് കറസ്പോണ്ട് ചെയ്യുന്ന സ്റ്റേജിനെ നമുക്ക് എച്ച് ഓഫ് എപ്സിലോൺ ബൈ 2 എന്ന് എഴുതാം. ഇവിടെ എപ്സിലോൺ ബൈ 2 വരും, ഇവിടെ എപ്സിലോൺ ബൈ 2 വരും. ക്ലിയർ ആണല്ലോ? നമുക്കിതിൽ ഈ ഒരു പോയിന്റ് മാത്രം ആവശ്യമുള്ളൂ. ഞാനത് സൈഡിലേക്ക് എഴുതുന്നത് മായ്ച്ചിട്ട് അത്യാവശ്യമുള്ള പോയിന്റുകൾ മാത്രം മതി. അപ്പോൾ ആ കോഷീൻ്റെ ഡെഫിനേഷൻ ഞാനിവിടെ എഴുതുകയാണ്. നമ്മൾ ഫോർ എവരി എപ്സിലോൺ ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ജസ്റ്റ് പോയിന്റ് മാത്രം. മോഡുലസ് എക്സ് എൻ മൈനസ് എക്സ് എം ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ ഓൾ എൻ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എപ്സിലോൺ ബൈ 2. എച്ച് ഓഫ് എപ്സിലോൺ ബൈ 2. അപ്പോൾ ആ പോയിന്റ് എഴുതി. ഇത് നമുക്ക് അസ്യൂം ചെയ്താണ് ഇതൊരു പോയിന്റ്. അടുത്ത പോയിന്റ് ഇതാണ്, ഇതെഴുതി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം നമ്മൾ എടുത്ത സീക്വൻസ് ഒരു കോഷി സീക്വൻസ് ആണ് അല്ലേ? എക്സ് ഈക്വൽ സീക്വൻസ് എക്സ് എന്ന് പറഞ്ഞാൽ കോഷി സീക്വൻസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മുൻപത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കോഷി സീക്വൻസ് ബൗണ്ടഡ് ആണ് അല്ലേ? കോഷി സീക്വൻസ് ബൗണ്ടഡ് ആണ്. ബൗണ്ടഡ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. കോഷി സീക്വൻസ് ബൗണ്ടഡ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെടുത്ത കോഷി സീക്വൻസ് ബൗണ്ടഡ് ആവും. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മളെ സീക്വൻസ് സീക്വൻസ് എക്സ് എന്നുള്ള കോഷി സീക്വൻസ് ബൗണ്ടഡ് ആണ്. അങ്ങനെ വേണമെങ്കിൽ എഴുതാം. എക്സ് ഈക്വൽ സീക്വൻസ് എക്സ് എൻ ഇസ് എ ബൗണ്ടഡ് സീക്വൻസ്. ഇത് കിട്ടിയത് എവിടുന്നാ? നമ്മുടെ ഷോർട്ടായിട്ട് എഴുതണ്ടേ. ബൗണ്ടഡ് സീക്വൻസ് തൊട്ട് മുൻപത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതാണത്. ആ തിയറം കോഷി സീക്വൻസ് ബൗണ്ടഡ് ആണ്. അപ്പോൾ നമ്മുടെ സീക്വൻസ് ബൗണ്ടഡ് ആണ്. അപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നുണ്ടാവും ബോൾസാനോ-വീസ്ട്രാസ് തിയറം അല്ലേ? ബോൾസാനോ-വീസ്ട്രാസ് തിയറം ഞാൻ ബോർഡിൽ എഴുതുന്നില്ല, എഴുതുമ്പോൾ ഇത്രയും സ്പേസ് പോകും. ബോൾസാനോ-വീസ്ട്രാസ് തിയറം എന്താ തിയറം പറയണത്? എന്താ? ഏതൊരു ബൗണ്ടഡ് സീക്വൻസിനും കൺവെർജന്റ് ആയ സബ്സീക്വൻസ് എക്സിസ്റ്റ് ചെയ്യും. ആ ബോൾസാനോ-വീസ്ട്രാസ് തിയറം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതൊക്കെ കേൾക്കണം, എങ്കിലാണ് ഈ തിയറം ക്ലിയർ ആയിട്ട് മനസ്സിലാവുക. അപ്പോൾ ബോൾസാനോ-വീസ്ട്രാസ് തിയറം പ്രകാരം ഏതൊരു ബൗണ്ടഡ് സീക്വൻസിനും കൺവെർജന്റ് ആയ ഒരു സബ്സീക്വൻസ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നോക്കൂ, നമ്മുടെ സീക്വൻസ് ബൗണ്ടഡ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സീക്വൻസിനും ആർ എക്സിസ്റ്റ് ചെയ്യും. ബോൾസാനോ-വീസ്ട്രാസ് തിയറം പ്രകാരം കൺവെർജന്റ് ആയ ഒരു സബ്സീക്വൻസ് എക്സിസ്റ്റ് ചെയ്യും. സബ്സീക്വൻസ് എന്താ അറിയാലോ അല്ലേ? കൺവെർജന്റ് ആയ ഒരു സബ്സീക്വൻസ് എക്സിസ്റ്റ് ചെയ്യും. ഞാൻ ഇതിനെ എക്സ് ഡാഷിന് ഡിനോട്ട് ചെയ്യണം. എക്സ് ഡാഷ് ഈക്വൽ സീക്വൻസ് എക്സ് എൻ കെ. എക്സ് ഡാഷ് ഈക്വൽ സീക്വൻസ് എക്സ് എൻ കെ ഈസ് എ കൺവെർജന്റ് subsequence of x equal sequence xn. x equal sequence xn. x equal sequence xn ഒരു ബൗണ്ടഡ് സീക്വൻസ് ആയതുകൊണ്ട് അതിന് കൺവെർജന്റ് ആയ ഒരു സബ്സീക്വൻസ് എക്സിസ്റ്റ് ചെയ്യും. അതിന് ഞാൻ എക്സ് ഡാഷിന് ഡിനോട്ട് ചെയ്യണം എക്സ് എൻ കെ. അപ്പോൾ അത് കൺവെർജന്റ് ആണല്ലോ ആ സബ്സീക്വൻസ്. കൺവെർജന്റ് ആകുമ്പോൾ ഡെഫിനിഷൻ എന്താ? അതിന് ലിമിറ്റ് കാണണം അല്ലേ? ഞാൻ ആ ലിമിറ്റിനെ നമുക്ക് എക്സ് സ്റ്റാർ എന്ന് ഡിനോട്ട് ചെയ്യാം. അതായത് എക്സ് എൻ കെ കൺവെർജ് ചെയ്യുന്ന അവിടെ ഷോർട്ടായിട്ട് എഴുതുകയാണ്. എക്സ് എൻ കെ അതായത് എക്സ് ഡാഷ് നമുക്ക് അടുത്ത പോയിന്റാണ്. എക്സ് ഡാഷ് ഈക്വൽസ് എക്സ് എൻ കെ എന്നത് ഇതൊന്നും എഴുതുന്നില്ല. കൺവെർജന്റ് സബ്സീക്വൻസ് ആണ് എക്സ് എൻ എന്നൊന്നും എഴുതുന്നില്ല. കൺവെർജന്റ് ആണെന്ന് മനസ്സിലാക്കുക. അതിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. അതിന്റെ ലിമിറ്റിനെ നമുക്ക് എക്സ് എൻ കെ ടെൻസ് ടു എക്സ് സ്റ്റാർ എന്ന് ഡിനോട്ട് ചെയ്യാം. ഫോർ കെ ടെൻസ് ടു ഇൻഫിനിറ്റി. കെ ടെൻസ് ടു ഇൻഫിനിറ്റി പറയാൻ കാരണം ഇത് സബ്സീക്വൻസ് അല്ലേ? സബ്സീക്വൻസ് ആകുമ്പോൾ എക്സ് എൻ കെ എന്നല്ലേ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറ്. അതായത് എക്സ് എൻ 1, എക്സ് എൻ 2, എക്സ് എൻ 3, എക്സ് എൻ 4 എന്നാണ് സബ്സീക്വൻസ് നമ്മൾ ഡിനോട്ട് ചെയ്യാറ്. എക്സ് 1, എക്സ് 2, എക്സ് 3 എന്നുള്ളത് മെയിൻ സീക്വൻസിനെയും അതിന്റെ സബ്സീക്വൻസിനെ നമ്മൾ എക്സ് എൻ 1, എക്സ് എൻ 2, എക്സ് എൻ 3. അപ്പോൾ എക്സ് എൻ 1, എക്സ് എൻ 2, എക്സ് എൻ 3 എന്നുള്ള സീക്വൻസ് എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യുന്നത്? എക്സ് സ്റ്റാറിലേക്ക്. അപ്പോൾ അവിടെ നമ്മൾ ഈ കെ ടെൻസ് എന്ന് എഴുതിയാൽ മതി. കെ എന്ന് പറഞ്ഞാൽ 1, 2, 3 അല്ലേ? അങ്ങനെ എഴുതിയാൽ മതി. ഇത്രയും മനസ്സിലായോ? ഇനി നമ്മൾ ആക്ച്വലി പ്രൂവ് ചെയ്യാൻ പോകണം എന്താ അറിയോ?
നമുക്കിപ്പോൾ കിട്ടിയത് എങ്ങനെയാണ്? നമ്മൾ മെയിൻ സീക്വൻസ് കോഷിയാണ്. കോഷിയാണെങ്കിൽ ബൗണ്ടഡ് ആണ്. ബൗണ്ടഡ് ആയതുകൊണ്ട് കൺവെർജൻ്റ് ആയ സബ്സീക്വൻസ് എക്സിസ്റ്റ് ചെയ്യും. അതിന് എക്സ് ഡാഷ് ഡിനോട്ട് ചെയ്തു. കൺവെർജൻ്റ് ആണ്, അതിന് സബ്സീക്വൻസ് എക്സിസ്റ്റ് ചെയ്യും. ആ സബ്സീക്വൻസിന് ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കണം. ലിമിറ്റിന് എക്സ് സ്റ്റാർ എന്ന് ഡിനോട്ട് ചെയ്തു. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകണം എന്താ? നമ്മൾ എടുത്ത സീക്വൻസും ഈ എക്സ് സ്റ്റാറിലേക്ക് തന്നെ കൺവേർജ് ചെയ്യും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? നമ്മളെ കോഷി കൺവേർജ് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഈ മെയിൻ സീക്വൻസ് നമ്മൾ എടുത്ത സീക്വൻസ് തന്നെ ഇതേ എക്സ് സ്റ്റാറിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രൂഫ് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ അതിൻ്റെ പ്രൂഫിലേക്ക് പോവാം. ഇവിടെ എക്സ് എൻ കെ എക്സ് സ്റ്റാറിലേക്ക് കൺവേർജ് ചെയ്യുന്നു. അപ്പോൾ കൺവെർജൻസ് ആൻഡ് ഡെഫിനിഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എപ്സിലോണിന് കറസ്പോണ്ടിങ് ഒരു സ്റ്റേജ് കാണും. സ്റ്റേജ് മുതലുള്ള ഏത് എണ്ണുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ടേമും ലിമിറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ മോഡുലസ്, ഡിഫറൻസിൻ്റെ മോഡുലസ് എപ്സിലോണിന് താഴെയാവും. നമ്മളൊരു എപ്സിലോൺ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ നേരിട്ട് അപ്ലൈ ചെയ്യാം. എക്സ് എൻ കെ എക്സ് സ്റ്റാറിലേക്ക് കൺവേർജ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സെയിം എപ്സിലോൺ ബൈ 2 എടുക്കാം. എക്സ് എൻ കെ മൈനസ് എക്സ് സ്റ്റാർ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 for all nk greater than or equal to stage തന്നെ സെയിം സ്റ്റേജ് എടുക്കാം. h of epsilon by 2 സെയിം സ്റ്റേജ് തന്നെ എടുക്കാം. നമുക്ക് നമ്മൾ മുൻപത്തെ തിയറങ്ങളൊക്കെ സ്റ്റേജുകളൊക്കെ ഈക്വൽ ആക്കിയിട്ടുള്ള നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് എൻ കെ എക്സ് സ്റ്റാറിലേക്ക് കൺവേർജ് ചെയ്യുന്നത് കൊണ്ട് മോഡുലസ് എക്സ് എൻ കെ മൈനസ് എക്സ് സ്റ്റാർ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ ഓൾ എൻ കെ എന്ന് പറയാം. കാരണം അവിടെ സബ്സീക്വൻസ് അല്ലേ, എക്സ് എൻ 1 എക്സ് എൻ 2 എന്നുള്ള സബ്സീക്വൻസ് അല്ലേ. അപ്പോൾ എൻ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ എച്ച് ഓഫ് എപ്സിലോൺ ബൈ 2 എന്ന് പറയാം. നമ്മൾ ഇനി എന്ത് ചെയ്യുക? ഇവിടെ എൻ കെകൾ എന്ന് പറഞ്ഞാൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എൻ കെകൾ എവിടെ മുതലാണ്? എച്ച് ഓഫ് എപ്സിലോൺ ബൈ 2 മുതലുള്ള ഏത് എൻ കെകൾ എടുത്താലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഞാൻ ഈ എൻ കെകളുടെ സ്ഥാനത്ത് ഏത് എൻ കെകൾ എടുക്കാം? എച്ച് ഓഫ് എപ്സിലോൺ ബൈ 2 മുകളിലുള്ള എൻ കെകൾ എടുക്കാം. ഞാൻ ഒരു എൻ കെ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പറാണ്. ഈ എൻ കെകൾ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പറാണ്. നമ്മൾ സാധാരണ N1 N2 N3 എന്നൊക്കെ പറഞ്ഞാൽ ഒക്കെ നാച്ചുറൽ നമ്പറുകളാണ്. ഞാനൊരു നാച്ചുറൽ നമ്പർ എടുക്കണം, ഒരു എൻ കെ എടുക്കണം. അതിന് ഞാൻ ക്യാപിറ്റൽ കെ എന്ന് ഡിനോട്ട് ചെയ്യണം. എച്ച് ഓഫ് എപ്സിലോൺ ബൈ 2 മുതലുള്ള ഒരു നാച്ചുറൽ നമ്പർ എടുക്കണം. എനിക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇതിൻ്റെ സ്ഥാനത്ത്. അപ്പോൾ ഈ റിസൾട്ട് മോഡുലസ് എക്സ് കെ മൈനസ് എക്സ് സ്റ്റാർ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 നമ്മളെ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽസ് എച്ച് ഓഫ് എപ്സിലോൺ ബൈ 2. അത് നമുക്ക് ഇവിടെ എഴുതാം. അടുത്ത പോയിന്റ് ആയിട്ട് എഴുതാം. മോഡുലസ് എക്സ് ക്യാപിറ്റൽ കെ എന്ന് എഴുതാം മൈനസ് എക്സ് സ്റ്റാർ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. ഇവിടെ ഫോർ ഓൾ വേണ്ട, നമ്മൾ ഒന്ന് പർട്ടിക്കുലർ കെ ചൂസ് ചെയ്ത് കഴിഞ്ഞു. കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽസ് എച്ച് ഓഫ് എപ്സിലോൺ ബൈ 2. ഓക്കെ, ഇനി നമ്മൾ കോഷി സീക്വൻസിൻ്റെ ഡെഫിനേഷൻ നമ്മൾ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ പോയിന്റ്സും നമ്മളിവിടെ സൈഡിലുണ്ട്. ഇതൊക്കെ ഇനി കണക്ട് ചെയ്ത് പറയാനുള്ളൂ. കോഷിൻ്റെ ഡെഫിനേഷൻ എന്തായിരുന്നു? മോഡുലസ് എക്സ് എൻ മൈനസ് എക്സ് എം ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ ഓൾ n m greater than or equal to h of epsilon by 2. h of epsilon by 2 മുതലുള്ള ഏത് രണ്ട് നാച്ചുറൽ നമ്പറുകൾക്ക് വരുന്ന ടേമുകളും ആവാം. ഇവിടെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിഫറൻസിൻ്റെ മോഡുലസ് എപ്സിലോൺ ബൈ 2 താഴെ ആയിക്കോളും. ഞാനിവിടെ എം എച്ച് ഓഫ് എപ്സിലോൺ ബൈ 2 മുകളിലുള്ള ഏത് എമ്മും ആവാം. ഞാൻ പ്രത്യേക എം ചൂസ് ചെയ്യണം. ഏത് എം അറിയോ? ഇവിടെ ഒരു കെ ഇല്ലേ? കെ എന്നുള്ളത് ഒരു നാച്ചുറൽ നമ്പർ അല്ലേ? എം കെ ആയിട്ട് ചൂസ് ചെയ്യണം. മനസ്സിലായോ? എമ്മിൻ്റെ സ്ഥാനത്ത് കെ ചൂസ് ചെയ്യുക. എം എന്ന് പറഞ്ഞാൽ ആർബിട്രേറ്റ് ഇട്ട് ഏതും ആവാം. ആ സ്റ്റേജ് മുതലുള്ള ഏത് രണ്ട് നാച്ചുറൽ നമ്പർ ആവാം, എന്നും എമ്മും. ഞാൻ എം ഒരു പർട്ടിക്കുലർ നമ്പർ, അതായത് കെ, ഇവിടെ നമ്മൾ ഓൾറെഡി എടുത്ത കെ ചൂസ് ചെയ്യണം. എമ്മിൻ്റെ സ്ഥാനത്ത് കെ എടുക്കുകയാണ്, ക്യാപിറ്റൽ കെ എടുക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എക്സ് എം എന്നുള്ളത് എക്സ് കെ എന്ന് എഴുതാം അല്ലേ? എക്സ് കെ എന്ന് എഴുതാം. അപ്പോൾ അത് നമ്മളെടുത്തൊരു പോയിന്റാണ്. ഞാൻ ഇത് മേലൊക്കെ എഴുതും. എന്നാൽ താഴത്ത് സ്ഥലം ഉണ്ടാവുമല്ലോ. എൻ ക്യാപിറ്റൽ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എപ്സിലോൺ ബൈ 2 ഒക്കെ നാച്ചുറൽ നമ്പറുകളാണ് സ്റ്റേജ് മുതലുള്ള. ഇത്രയും പോയിന്റുകളായി. ഇതൊരു അടുത്ത പോയിന്റായിട്ട് നമുക്ക് പരിഗണിക്കാം. ഇത്രയും പോയിന്റ്സുകളായി. ഇനി നമ്മളെ എയിം എന്താ നമ്മളൊക്കെ മനസ്സിലാക്കി. എക്സ് എന്നെ എക്സ് സ്റ്റാറിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകണം. ശ്രദ്ധിച്ചോളൂ. ഞാൻ എങ്ങനെ നമുക്കറിയാം എക്സ് എൻ എക്സ് സ്റ്റാറിലേക്ക് കൺവേർജ് ചെയ്യുമ്പോൾ എക്സ് എൻ മൈനസ് എക്സ് സ്റ്റാർ ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സ്റ്റേജ് അല്ലേ? അങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ എച്ച് ഓഫ് എപ്സിലോൺ ബൈ 2 എഴുതണമെന്നില്ല, ടച്ച് എന്നിട്ടാലും മതി. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? അതായത് എക്സ് എൻ എക്സ് സ്റ്റാറിലേക്ക് കൺവേർജ് ചെയ്യുന്നത് പ്രൂവ് ചെയ്യാൻ എക്സ് എന്നും എക്സ് സ്റ്റാറും നമ്മളുടെ ഡിഫറൻസിൻ്റെ മോഡുലസ് എപ്സിലോൺ ബൈ 2 താഴെ ആയാൽ മതി. ഒരു സ്റ്റേജ് മുതൽക്ക് ഒന്ന് പ്രൂവ് ചെയ്താൽ മതി. നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് എക്സ് എൻ മൈനസ്, ഞാനിവിടെ എക്സ് കെ എന്നുള്ളൊരു ടേം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എക്സ് കെ അത് സബ്ട്രാക്ട് ചെയ്യുക, അത് തന്നെ ആഡ് ചെയ്യാം. പിന്നെ ലാസ്റ്റുള്ള മൈനസ് എക്സ് സ്റ്റാർ എഴുതി. ക്ലിയർ ആണല്ലോ? ഇത് ഫസ്റ്റ് ടേമായും
ഇത് സെക്കൻഡ് ടേം ആയും അതിനിവിടെ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി ഇവിടെ തന്നെ ഞാൻ ചെയ്യണേ. ട്രയാങ്കിൾ ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്തു. ലെസ് ദാൻ ഓർ ഈക്വൽസ് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്തു. ഇനി നോക്കൂ, ഇതെന്താ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 സ്റ്റേജ് മുതൽ, ഇതെന്താ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 സ്റ്റേജ് മുതൽ അല്ലേ. അപ്പോൾ രണ്ട് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ്. അപ്പോൾ നമ്മളത് എഴുതുമ്പോൾ എന്താ വരിക, ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 പ്ലസ് എപ്സിലോൺ ബൈ 2 വരും. ഇതും ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ്, ഇതും ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ്. എപ്സിലോൺ ബൈ 2 പ്ലസ് എപ്സിലോൺ ബൈ 2 ഫോർ ഓൾ എന്തായിരിക്കും സ്റ്റേജ് വരിക, ഇവിടെ എന്നുകളല്ലേ, എൻ ഏത് മുതലുള്ള എന്നുകളാ, ഈ സ്റ്റേജ് മുതലുള്ള. അത് രണ്ടും നമുക്ക് ഇങ്ങനെ എഴുതാം. ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് എന്ന് ഇട്ടാൽ മതി, അല്ലെങ്കിൽ എച്ച് ഓഫ് എപ്സിലോൺ അങ്ങനെ ഇട്ടാൽ മതി. സ്റ്റേജ് എച്ച് മുതലുള്ള അല്ലെങ്കിൽ എച്ച് ഓഫ് എപ്സിലോൺ മുതലുള്ള സ്റ്റേജുകൾ ഇങ്ങനെ ഇടാം. അപ്പോൾ ഫസ്റ്റും ലാസ്റ്റും കണക്ട് ചെയ്യുമ്പോഴായി മോഡുലസ് എക്സ് എൻ മൈനസ് എക്സ് സ്റ്റാർ, ഇത് രണ്ടും ആഡ് ചെയ്ത് വരുമ്പോൾ ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഈ സ്റ്റേജ് അല്ലേ. ഫോർ ഓൾ എൻ, അതായത് നമുക്ക് കിട്ടിയത് ഇതാണ്, മോഡുലസ് എക്സ് എൻ മൈനസ് എക്സ് സ്റ്റാർ ഇസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച്. എച്ച് അല്ലെങ്കിൽ എച്ച് ഓഫ് എപ്സിലോൺ എങ്ങനെയാണ് എഴുതുക, പ്രോബ്ലം ഇല്ല. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് അങ്ങനെ എച്ച് ഓഫ് എപ്സിലോൺ എന്നൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടി, നമ്മൾ എപ്സിലോൺ ആർബിട്രറി ആയിരുന്നു, കറസ്പോണ്ടിങ് ആയിട്ടൊരു സ്റ്റേജ് എച്ച് കിട്ടി. എങ്ങനെ കിട്ടി, എച്ച് മുതലുള്ള ഏത് എന്നുകൾ ചൂസ് ചെയ്താലും എക്സ് എന്നും എക്സ് സ്റ്റാറും തമ്മിലുള്ള ഡിഫറൻസിൻ്റെ മോഡുലസ് എപ്സിലോണിൻ്റെ താഴെയായി. നമ്മൾ കൺവെർജൻസിൻ്റെ ഡെഫിനേഷനൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് പ്രകാരം നമുക്ക് പറയാൻ പറ്റും എക്സ് എന്നിൻ്റെ ലിമിറ്റാണ് എക്സ് സ്റ്റാർ എന്ന് പറയാം, അല്ലെങ്കിൽ എക്സ് എൻ എക്സ് സ്റ്റാറിലേക്ക് കൺവെർജ് ചെയ്യുന്നു എന്ന് പറയാം. എക്സ് എൻ എക്സ് സ്റ്റാറിലേക്ക് കൺവെർജ് ചെയ്യുന്നു എന്ന് പറയാം. അപ്പോൾ എക്സ് എൻ എന്തായി, ഒരു കൺവെർജൻ്റ് സീക്വൻസ് ആയി. എക്സ് എൻ എന്തായിരുന്നു, കോഷി സീക്വൻസ് ആയിരുന്നു. അപ്പോൾ എല്ലാ കോഷി സീക്വൻസും നമ്മളിപ്പോൾ എന്ത് പ്രൂവ് ചെയ്തു, കൺവെർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്തു അല്ലേ. നമ്മൾ പ്രീവിയസ് റിസൾട്ടൊക്കെ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഉപയോഗിച്ചത് ഏതാ, കോഷി സീക്വൻസ് ആണെങ്കിൽ ബൗണ്ടഡ് ആണ്. ബൗണ്ടഡ് ആണെങ്കിൽ പിന്നെ അടുത്ത പോയിന്റ് എന്തായിരുന്നു, ബോൾസാനോ-വീയർസ്ട്രാസ് തിയറം എന്താ പറയുന്നത്, എവറി ബൗണ്ടഡ് സീക്വൻസ് ഹാസ് കൺവെർജൻ്റ് സബ് സീക്വൻസ്. നമ്മൾ അത് പ്രകാരം ഈ മെയിൻ സീക്വൻസിന് ഒരു കൺവെർജൻ്റ് ആയ സബ് സീക്വൻസ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ബൈ ബോൾസാനോ-വീയർസ്ട്രാസ് തിയറം. അപ്പോൾ തീർച്ചയായിട്ടും കൺവെർജൻ്റ് ആയതുകൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും, എക്സ് സ്റ്റാർ എന്ന് ഡിനോട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ ഈ സബ് സീക്വൻസ് എക്സ് സ്റ്റാറിലേക്ക് കൺവെർജ് ചെയ്യുന്നു, നമുക്ക് ബോൾസാനോ-വീയർസ്ട്രാസ് തിയറം പ്രകാരം നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു, അങ്ങനെ അത് മാത്രം പോരാ, നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു, മെയിൻ സീക്വൻസിനെ എക്സ് സ്റ്റാറിലേക്ക് കൺവെർജ് ചെയ്യും. അതായത് ഈ മെയിൻ സീക്വൻസിന് ഒരു കൺവെർജൻറ്റ് സീക്വൻസാണ്. അപ്പോൾ കോഷി സീക്വൻസ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തത് അത് കൺവെർജൻ്റ് ആയി. അപ്പോൾ നമ്മൾ ആദ്യം എങ്ങനെയായിരുന്നു, കൺവെർജൻറ്റ് സീക്വൻസ് എല്ലാം കോഷി സീക്വൻസ് ആണ്. ഇപ്പോൾ എന്ത് പ്രൂവ് ചെയ്തു, കോഷി സീക്വൻസ് എല്ലാം കൺവെർജൻ്റ് ആണ്, കൺവെർജൻറ്റ് സീക്വൻസ് ആണ്. അപ്പോൾ ഇതാണ് കോഷി കൺവെർജൻസ് ക്രൈറ്റീരിയൻ. അപ്പോൾ കോഷി കൺവെർജൻസ് ക്രൈറ്റീരിയൻ ചോദിച്ചാൽ രണ്ട് സൈഡിലേക്ക് നിങ്ങൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും തിയറം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.